ഇനി വേറൊന്നുമില്ല, സമസ്തക്കാര് ഖുർആൻ പഠിക്കരുത് എന്ന് പറയുന്നവരാ. അതിന്റെ കാരണം എന്താ അറിയോ? ഈ മർക്കസ് സക്കാഫത്ത് ഹുസ്നിയയുടെ സമ്മേളനത്തിൽ പോലും കസാൽമ കിടന്നിട്ട് ഒരു ഉസ്താദ്, വയസ്സുകൊണ്ടാണ്, അല്ലാണ്ട് വെറുതെ കിടന്നല്ല, വയസ്സുകൊണ്ട് കിടന്നു. മുപ്പര് പറയണെന്നറിയോ? മാത്രം വായിച്ചാലൊന്നും അറിവുണ്ടാവില്ല. ഈ ഖുർആൻ പരിഭാഷയാണ് നമ്മളൊക്കെ പ്രേരിപ്പിച്ചത്. അത് ഇവിടെ തുടങ്ങി വെച്ചത് ആരാ? വിദേഹത്തിന്റെ അതിലാരാ? ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തന ഖുർആൻ പഠിച്ചതാണ്. ആലോചിച്ചോക്കണേ, ഖുർആന് പരിഭാഷ ഉണ്ടായതാണ് അത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തന. അതിനേക്കാൾ വലിയൊരു ഫിത്തനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഖുർആൻ വായിച്ചാൽ സമസ്ത ഉണ്ടാവില്ല. ഖുർആനിൽ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും ഇല്ല. ഞങ്ങൾക്ക് വേറൊരു കാര്യങ്ങളോ? വഹാബിസ കുത്തി നിറച്ച ഒറ്റ ഗ്രന്ഥേ ലോകത്തുള്ളൂ. പൂർണ്ണാർത്ഥത്തിൽ വഹാബിസം കുത്തി നിറച്ച് ഒരൊറ്റ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ വഹാബിസ് അല്ലാതെ വേറൊരു പ്രസ്ഥാനത്തെ കുറിച്ച് കമാന്നൊരു അക്ഷരം ഉണ്ടാവില്ല. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ. ഞാൻ വെറുതെ പറയും, നിങ്ങൾ എന്ത് വിവാദാക്കിയാലും, നിങ്ങൾ എന്ത് പ്രസംഗിച്ചാലും ഞാൻ പറയുന്ന പോയിന്റാണ്. വിശുദ്ധ ഖുർആനിൽ വഹാബിസം കുത്തി നിറച്ചിരിക്കുക. ഖുർആന്റെ 1-ാമത്തെ പേജ് മുതൽ അവസാനം വരെ വായിക്കുന്ന വഹാബിസ് അല്ലാതെ വേറൊരു ഇസോ അതിൽ കാണാൻ കഴിയില്ല. വേറൊരു ഇസോ ഇല്ല. നിങ്ങൾ വായിച്ചോ. വേണ്ട, നമുക്ക് 10 ഉസ്താദുമാരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി 10 മുജാഹിദുകളെ ഓരോ ഓതുന്ന ഖുർആൻ ഉസ്താദുമാരെ അർത്ഥം വെച്ചാൽ മതി. വേറെ ഒന്നുകൂടി കേട്ടോ, ഞങ്ങളൊരു ആയത്ത് ഓതും, അർത്ഥം വെക്കൽ പേരോട്, അർത്ഥം വെക്കൽ കാന്തപുരം, ഞങ്ങൾ വെക്കൂല. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ ഓതിത്തരുന്ന ആയത്തിന് പോലും കൃത്യമായിട്ട് അർത്ഥം വെച്ചാ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഉസ്താദിന്റെ നെഞ്ഞത്തേക്കാണ് ആയത്ത്. ഈ വെല്ലുവിളി വേണേ പഠനയിലേറ്റെടുത്തോ. 10 മൊയ്ലിയാന്മാരും 10 മുജാഹിദ് പണ്ഡിതന്മാരും ആയത്ത് ഞങ്ങൾ ഓതും, മാറി മാറി ആയത്തിന്റെ അർത്ഥം വെക്കൽ ഉസ്താദുമാര്. ആ അർത്ഥം വെച്ച് തീരുമ്പോഴേക്ക് ലോകത്തെല്ലാ സ്ഥലത്തും ലിങ്ക് പോവുക. പിന്നെ സമസ്ത അറബിക്കടലിലേക്ക് മുക്കിയെടുക്കുന്നാൽ ഞാൻ ഉണ്ടാവൂല ആ സാധനം. ഈ വെല്ലുവിളി വേണേ ഏറ്റെടുത്തോ. ചെലവ് പുള്ളികൾ നടത്തും. നിങ്ങൾ തയ്യാറല്ലേ? യെസ്, കണ്ടോ?